ഘടിപ്പിച്ച കണ്ണടയുമായി ബൂത്തിനുള്ളിൽ കയറിയ UDF ഏജന്റ് പിടിയിൽ. ക്യാമറ ഘടിപ്പിച്ച കണ്ണട ധരിച്ച് ബൂത്തിനുള്ളിൽ കയറിയതിനാണ് UDF ഏജന്റ് അഡ്വക്കേറ്റ് BM ജമാലിനെ ഇലക്ഷൻ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തത്. UDF സ്ഥാനാർത്ഥി K നീലകണ്ഠന്റെ ചീഫ് ഏജന്റാണ് അഡ്വക്കേറ്റ് BM ജമാൽ. ബേക്കൽ ഇസ്മായിലിയ LP സ്കൂളിലെ 144 നമ്പർ ബൂത്തിൽ നിന്നാണ് ജമാലിനെ കസ്റ്റഡിയിലെടുത്തത്. എന്തിനാണ് ക്യാമറ ഘടിപ്പിച്ച കണ്ണട ധരിച്ച് ബൂത്തിനകത്തേക്ക് കയറിയത് എന്നത് വ്യക്തമല്ല. കണ്ണട കസ്റ്റഡിയിലെടുത്ത ശേഷം BM ജമാലിനെ വിട്ടയച്ചു. കേരളത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ EVM മെഷീനുമായി ബന്ധപ്പെട്ട വിവാദമുയർന്നു. വോട്ടിംഗ് മെഷീനിൽ വീണ ജോർജിന്റെ ഫോട്ടോയ്ക്ക് മാത്രമാണ് വ്യക്തതയുള്ളതെന്നും മറ്റ് സ്ഥാനാർത്ഥികളുടെ ഫോട്ടോകൾ വ്യക്തമല്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു. വോട്ടെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും ഇതോടെ തുടക്കമായിരിക്കുകയാണ്. മല്ലപ്പഴശ്ശേരി ബൂത്തിലാണ് പരാതി ഉയർന്നത്. സംഭവം ജില്ലാ കളക്ടറെ അറിയിച്ചു. പരാതി പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ അറിയിച്ചു. നാരീശക്തി വന്ദൻ അഭിയാൻ ഭേദഗതി ബില്ലിന് അംഗീകാരം. വനിതാ സംവരണ ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റിലും നിയമസഭകളിലും സീറ്റുകളുടെ എണ്ണം കൂട്ടി സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്നതാണ് ബില്ല്. നാരീശക്തി വന്ദൻ അഭിയാൻ ഭേദഗതി ബിൽ എന്ന പേരിലുള്ള ബിൽ ഏപ്രിൽ 16 മുതൽ ചേരുന്ന ബജറ്റ് സമ്മേളന തുടർച്ചയിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. മണ്ഡല പുനർനിർണയ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ മറ്റൊരു ബില്ലും കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിന്റെ തെരഞ്ഞെടുപ്പ് ബൂത്ത് കെട്ടുന്നതിനിടെ കടന്നലാക്രമണം, 5 പേർക്ക് പരിക്ക്. പിറവത്തെ UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിന്റെ തെരഞ്ഞെടുപ്പ് ബൂത്ത് കെട്ടുന്നതിനിടെ കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണം. തയ്യാറെടുപ്പുകൾക്കായി എത്തിച്ചേർന്ന 5 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വോട്ടെടുപ്പ് നടക്കുന്ന ചോരക്കുഴ ഓർത്തഡോക്സ് പള്ളിക്ക് സമീപമുള്ള തെരഞ്ഞെടുപ്പ് ബൂത്ത് കെട്ടുകയായിരുന്നു പ്രവർത്തകർ. ഇതിനിടെയാണ് കടന്നലാക്രമണം ഉണ്ടായത്. ശരീരമാസകലം കുത്തേറ്റ പൂറ്റാനിമല ജോഷി എന്നയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പരിക്കേറ്റ ചോരക്കുഴി പൂറ്റാനിമല അജീഷ്, പാലക്കത്തറത്തിൽ സൂരജ്, പൂറ്റാനിമലയിൽ ജോസ്, കണ്ടത്തിൽ പുത്തൻപുരയിൽ ജോമോൻ എന്നിവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രളയകാലത്തെ സുരക്ഷാ വീഴ്ച, മണിയാർ ഡാം തുറന്നില്ല, കമ്പനി അടപ്പിച്ചു. എന്തായാലും മണിയാർ അണക്കെട്ടിന്റെ മാനേജ്മെന്റിൽ ഗുരുതര വീഴ്ച പറ്റിയെന്ന് 2018 തന്നെ തെളിഞ്ഞിരുന്നു. 2018 ജൂലൈ 14 തന്നെ അണക്കെട്ട് പരമാവധി ശേഷിയെത്തിയിട്ടും തുറക്കാൻ അമാന്തം കാട്ടി എന്നതാണ് വസ്തുത. മണിയാറിൽ വൈദ്യുതോൽപാദനം നടത്തിയിരുന്നത് കാർബറാണ്ടം എന്ന സ്വകാര്യ കമ്പനിയാണ്. പരമാവധി വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ട് ഇവർ അണക്കെട്ട് തുറക്കൽ തടസ്സപ്പെടുത്തിയെന്ന് മണിയാർ ഉൾപ്പെടുന്ന വരശ്ശേരിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മണിയാർ രാധാകൃഷ്ണൻ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു.